ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന ഒരു വീരപുരുഷനാണ് വിശുദ്ധ ഗീവർഗീസ്. തിന്മയ്ക്കെതിരെ പടപൊരുതിയ അദ്ദേഹം തന്നെ ആശ്രയിക്കുന്നവർക്ക് നന്മയെ ആശ്ലേഷിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും ശക്തി പ്രദാനം ചെയ്യുന്നു. ദുഷ്ടതയ്ക്കെതിരെ ഉയരുന്ന ഏതൊരു സമരത്തിൻ്റെയും പ്രതീകമായി അദ്ദേഹത്തെ കണക്കാക്കാം. വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിൽ നൂറുകണക്കിന് ദേവാലയങ്ങളും സ്ഥാപനങ്ങളുമാണ് കേരളത്തിലുള്ളത്. ആ വിശുദ്ധ നാമം സ്വീകരിക്കുന്നവരുടെ സംഖ്യ എണ്ണിയാൽ ഒടുങ്ങുകയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇതൊക്കെയാണെങ്കിലും വിശുദ്ധ ഗീവർഗീസിന്റെ ജീവചരിത്രം അത്രയ്ക്ക് വ്യക്തമല്ല. നിഗൂഢതകൾ അതിൽ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. ക്രിസ്തുവർഷം 255 വിശുദ്ധ ഗീവർഗീസ് രക്തസാക്ഷിത്വം വരിച്ചതായി 7-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട ഒരു ബൈസാന്റിയൻ കൃതിയിൽ കാണുന്നു. റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യസിന്റെ കാലത്ത് AD 303 അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചതായിട്ടാണ് മറ്റു ചില രേഖകളിൽ കാണുന്നത്. വിശുദ്ധ ഗീവർഗീസിന്റെ പിതാവ് ക്രൈസ്തവനായ ഒരു പലസ്തീനിയൻ ഷെയ്ഖായിരുന്നു. അദ്ദേഹം ഒരു റോമൻ ഗവർണറുടെ കീഴിൽ അതിപ്രധാനമായ ഉദ്യോഗം വഹിച്ചിരുന്നു. അന്നത്തെ രീതി അനുസരിച്ച് ഗീവർഗീസ് കായിക വിദ്യകളിലൊക്കെ പരിശീലനം സമ്പാദിച്ചു. പിന്നീട് പട്ടാളത്തിൽ ചേർന്നു. താൻ ധീരനായ ഒരു പട്ടാളക്കാരനാണെന്ന് തെളിയിക്കുകയും ചെയ്തു.